യഥോധർമ്മ സ്തോജയ ഭക്തസജ്ജനങ്ങളെ പ്രണാമം. തുടർന്ന് വരുന്ന മഹാഭാരത കഥകളിൽ കഴിഞ്ഞ ഭാഗത്ത് പ്രധാനമായും പറഞ്ഞത് വനത്തിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന ദമയന്തിയെ നളൻ ഉപേക്ഷിച്ചു പോയതിനു ശേഷം ദമയന്തി നാടോടികളോടൊപ്പം നിഷാദ രാജ്യത്ത് എത്തുകയും രാജകൊട്ടാരത്തിന് പരിസരത്തിലൂടെ അലഞ്ഞു നടക്കുകയായിരുന്ന ദമയന്തിയെ ചേതി മഹാരാജ്യത്തിലെ മഹാറാണി മട്ടുപ്പാവിൽ നിന്ന് കാണാനിടയാവുകയും ഏതാനും പരിചാരികരെ അയച്ച് ദമയന്തിയെ കൊട്ടാരത്തിൽ കൂട്ടിക്കൊണ്ടുവന്ന് ദമയന്തിയെ മഹാറാണിയുടെ സ്വപുത്രിയുടെ തോഴിയായി വാഴ്ത്തുന്ന ഭാഗമാണ് കഴിഞ്ഞ ഭാഗത്ത് പ്രധാനമായും പറഞ്ഞത്. ശേഷം ദമയന്തിയെ ഉപേക്ഷിച്ച് വനത്തിലൂടെ ഓടിപ്പോവുകയായിരുന്ന നളൻ വളരെയധികം ദൂരം സഞ്ചരിക്കുകയും കുറച്ച് വനത്തിലൂടെ സഞ്ചരിച്ചു കഴിഞ്ഞപ്പോൾ വനത്തിൻ്റെ ഒരു ഭാഗത്ത് തീ പടർന്നു കത്തുന്നതായി കാണുകയും ആ തീക്കുള്ളിൽ നിന്ന് ഒരു ശബ്ദം കേൾക്കാനും ഇടയായി. അതെന്താണെന്ന് ശ്രദ്ധിച്ച നളൻ കേട്ടത് നീതിമാനായ നള ഓടി വരൂ, എന്നെ രക്ഷിക്കൂ എന്നായിരുന്നു. നളൻ ആ ഭാഗത്തേക്ക് പോവുകയും എരിഞ്ഞുകൊണ്ടിരിക്കുന്ന അഗ്നിക്കുള്ളിലേക്ക് അഗ്നിദേവന്റെ അനുഗ്രഹമുള്ള നളൻ ഏതൊരു ഭയവുമില്ലാതെ കടന്നു ചെല്ലുകയും അപ്പോൾ നളൻ അവിടെ കണ്ട കാഴ്ച ഭയങ്കര വലിപ്പത്തോടു കൂടിയ ഒരു സർപ്പത്തെയാണ്. ആ സർപ്പം നളനെ കണ്ട ഉടൻ ഇപ്രകാരം പറഞ്ഞു, ഞാൻ നാഗരാജാവായ കാർക്കോടകനാണ്. ദേവർഷിയായ നാരദന്റെ ശാപപ്രകാരം ഞാനിവിടെ അനങ്ങാൻ വയ്യാതെ കിടക്കുകയായിരുന്നു. എന്നെ ഈ ഭാഗത്ത് ഇപ്പോൾ അഗ്നി ഉണ്ടായിരിക്കുകയാണ്. അന്ന് ശാപമോക്ഷമായി എനിക്ക് നാരദ മഹർഷി തന്നത് നള മഹാരാജാവ് വന്ന് എന്നെ എടുക്കുന്ന സമയത്ത് എനിക്ക് ശാപമോക്ഷം ലഭിക്കും എന്നാണ് നാരദ മഹർഷി ശാപമോക്ഷം എനിക്ക് അരുളിയത് എന്ന് നളനെ അറിയിക്കുകയും അങ്ങേക്ക് എടുക്കാൻ പറ്റത്തക്ക രീതിയിൽ വലിപ്പം കുറച്ച് ഞാൻ ഉടൻ തന്നെ ആയിക്കൊള്ളാം എന്ന് പറയുകയും കാർക്കോടകൻ ഉടൻ തന്നെ വലിപ്പം കുറച്ച് ചെറിയൊരു സർപ്പമായി തീരുകയും നളൻ ആ സർപ്പത്തെ താങ്ങിയെടുത്ത് അഗ്നിയിൽ നിന്ന് പുറത്തു വരികയും അഗ്നിയിൽ നിന്ന് വളരെ അകലെ എത്തിയതിനു ശേഷം തറയിലേക്ക് വയ്ക്കുന്നതിലേക്ക് വേണ്ടി ശ്രമിച്ചപ്പോൾ കാർക്കോടകൻ ഇപ്രകാരം പറഞ്ഞു, അല്ലയോ നളമഹാരാജാവേ, അങ്ങ് എന്നെയും ചുമന്നുകൊണ്ട് കാലടികൾ എണ്ണി മുന്നോട്ട് നടക്കുക എന്ന്. അപ്രകാരം നളൻ കാലടികൾ എണ്ണിക്കൊണ്ട് മുന്നോട്ട് നടക്കുകയും 10 പാദം മുന്നിലെത്തിക്കഴിഞ്ഞപ്പോൾ കാർക്കോടകൻ നളനെ ദംശിക്കുകയും ചെയ്തു. കാർക്കോടകൻ്റെ കടിയേറ്റ ഉടൻ തന്നെ നളൻ കറുത്ത വിരൂപിയായിത്തീരുകയും കുള്ളനായിത്തീരുകയും ചെയ്തു. അത്ഭുതപ്പെടുകയും അതോടൊപ്പം ആകെ വ്യസനിച്ചു പോവുകയും ചെയ്ത നളൻ്റെ പുറത്തുനിന്ന് കാർക്കോടകൻ തറയിലേക്ക് ചാടുകയും സ്വവലിപ്പത്തോടുകൂടി രൂപം പ്രാപിക്കുകയും ചെയ്തതിനു ശേഷം നള മഹാരാജാവിനോട് ഇപ്രകാരം പറഞ്ഞു, അല്ലയോ ശ്രേഷ്ഠ മഹാരാജൻ, അങ്ങയുടെ ഉപകാരത്തിന് വേണ്ടിയാണ് ഞാൻ ഈ കടി അങ്ങയെ കഴിച്ചത്. അങ്ങയുടെ ഉള്ളിൽ ഇപ്പോൾ കലി ബാധിച്ചിരിക്കുകയാണ്. ആ കലിയുടെ ആവിർഭാവം കൊണ്ട്, കലിയുടെ പ്രവൃത്തികൾ കൊണ്ടാണ് അങ്ങയ്ക്ക് ഈ ദുരിതങ്ങളെല്ലാം അനുഭവിച്ചത്. അങ്ങയിൽ നിന്ന് ഈ കലി അകന്നു പോകുന്നത് വരെ അങ്ങയ്ക്ക് ഈ ദുരിതങ്ങൾ തുടരുകയും ചെയ്യും. അങ്ങൽ എൻ്റെ ഈ ദംശനത്താൽ അങ്ങേക്ക് പകർന്ന ഈ വിഷം
ആ കലിയെ മാത്രമേ ബാധിക്കുകയുള്ളൂ, അങ്ങയെ ബാധിക്കുകയില്ല. ഈ വിഷത്തിൻ്റെ പ്രഭാവത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ക്രമേണ കലി അങ്ങിൽ നിന്ന് അകന്നു പോകാനിട വരും. ആയതിനാൽ അതുവരെ അങ്ങ് ഈ രൂപത്തിൽ ബാഹുകൻ എന്ന പേരിൽ തുടർന്ന് ജീവിക്കുക. അങ്ങ് ഇപ്പോൾ തന്നെ അങ്ങ് അയോധ്യ രാജ്യത്തിലേക്ക് പോകുക. അവിടെ ഋതുപർണൻ എന്ന മഹാരാജാവാണ് ഇപ്പോൾ രാജ്യം വാഴുന്നത്. അദ്ദേഹത്തിൽ നിന്ന് വേണ്ടുന്ന സഹായം അങ്ങേക്ക് ലഭിക്കും. അദ്ദേഹത്തിൻ്റെ കുതിരക്കാരനായി അങ്ങ് അവിടെ വാഴുക. അശ്വകൃതമന്ത്രം അറിയാവുന്ന, അതായത് അശ്വവിദ്യ കരസ്ഥമാക്കിയിട്ടുള്ള അങ്ങ് ഈ വിദ്യ ഒരിക്കൽ ഋതുവർണ്ണ മഹാരാജാവിന് പകർന്നു കൊടുക്കുകയും അദ്ദേഹത്തിൽ നിന്ന് അക്ഷയവിദ്യാ വിദഗ്ധനായ അദ്ദേഹത്തെ നിന്ന് ആ വിദ്യ അങ്ങ് കരസ്ഥമാക്കുകയും ചെയ്യണം എന്ന് ഉപദേശിച്ചതിന് ശേഷം ഏത് സമയത്ത് അങ്ങയുടെ പഴയ രൂപം തിരിച്ചു കിട്ടണമെന്ന് ആഗ്രഹമുണ്ടോ ആ സമയത്ത് ആ രൂപം തിരിച്ചെടുക്കുന്നതിലേക്ക് വേണ്ടി 2 വസ്ത്രങ്ങൾ ഞാനിതാ അങ്ങേക്ക് നൽകുന്നു. ഈ വസ്ത്രത്തിൽ ഒന്നങ്ങ് എപ്പോൾ ധരിക്കുന്നുവോ അപ്പോൾ അങ്ങേക്ക് പൂർവ്വരൂപം തിരിച്ചു ലഭിക്കുന്നതുമാണ് എന്ന് കാർക്കോടകൻ നളനോട് പറഞ്ഞതിന് ശേഷം അവിടെ നിന്നും കാർക്കോടകൻ അപ്രത്യക്ഷമായി. നളമഹാരാജാവ് പിന്നെ അവിടെ നിന്നില്ല. എത്രയും പെട്ടെന്ന് അയോധ്യ രാജ്യത്തെത്തുകയും അവിടെ ചെന്ന് രാജാവിൻ്റെ മുഖം കാണിക്കുകയും രാജാവിനോട് എൻ്റെ പേര് ബാഹുകൻ എന്നാണ് എന്നും ഞാൻ അശ്വവിദ്യയിൽ വിദഗ്ധനാണെന്നും മാത്രവുമല്ല ശ്രേഷ്ഠവും സ്വാദിഷ്ടവുമായ രീതിയിലുള്ള ഭക്ഷണം അതിവേഗത്തിൽ പാകം ചെയ്യുന്നതിലേക്കുള്ള കഴിവും എനിക്കുണ്ട്. ഞാൻ അങ്ങയെ സേവിക്കാൻ ആഗ്രഹിക്കുന്നു. എന്നെ ഇവിടെ നിർത്താൻ അങ്ങേക്ക് ദയ തോന്നണം എന്ന് അപേക്ഷിക്കുകയും ചെയ്തു. ഇത് കേട്ട മഹാരാജാവ് ഋതുപർണൻ ബാഹുകൻ എന്ന നളനെ പരീക്ഷിക്കാനിടയാവുകയും ബാഹുകൻ പറഞ്ഞ 2 കാര്യങ്ങളും സത്യമാണെന്ന് ബോധ്യമായ മഹാരാജാവ് അദ്ദേഹത്തിനെ കുതിര രഥങ്ങളിലെ മുഖ്യ തേരാളിയായി ബാഹുകനെ നിയമിക്കുകയും ചെയ്തു. വളരെ വേഗത്തിൽ യാത്ര ചെയ്യാൻ ആഗ്രഹിച്ചിരുന്ന ഋതുവർണ്ണൻ നളനെ തൻ്റെ രഥത്തിൻ്റെ തേരാളിയായി നിയമിക്കുകയും നിലവിലുണ്ടായിരുന്ന തേരാളികളെ നളനെ സഹായിക്കുന്നതിലേക്ക് വേണ്ടി ഉപദേശിക്കുകയും ചെയ്തു. അങ്ങനെ അയോധ്യ രാജകൊട്ടാരത്തിലെ രാജാവിൻ്റെ തേർ തെളിച്ച് അവിടെ കഴിയുകയായിരുന്ന നളൻ എപ്പോഴും നളൻ്റെ ചിന്ത ദമയന്തിയെക്കുറിച്ച് മാത്രമായിരുന്നു. അവൾക്ക് എന്തു സംഭവിച്ചോ എന്നറിയാൻ പാടില്ല എന്നതിനാൽ എപ്പോഴും ദുഃഖിതനായി തന്നെ നളൻ അവിടെ കഴിഞ്ഞുപോയിരുന്നു. എന്നാൽ അങ്ങ് വിദർഭ രാജ്യത്തിൽ ഭീമ മഹാരാജാവ് സ്വപുത്രിയായ ദമയന്തിക്കും പുത്രി ഭർത്താവായ നളനും ഉണ്ടായ ആപത്ത് മനസ്സിലാക്കി അവർ രാജ്യം ഉപേക്ഷിച്ച് വനത്തിലൂടെ അലയുകയാണെന്നറിഞ്ഞ് ഏതാനും പരിചാരകരെ വനത്തിലും പരിസര രാജ്യങ്ങളിലും അവരെ അന്വേഷിക്കുന്നതിലേക്ക് വേണ്ടി പറഞ്ഞയച്ചു. അവരന്വേഷിച്ചു പോയ അനേകം രാജദൂതന്മാരിൽ ഒരുവൻ, അതായത് സുദേവൻ എന്നു പേരുള്ള ഒരു ബ്രാഹ്മണൻ ചേതി രാജ്യത്ത് എത്താനിടയാവുകയും അവിടെ വന്ന് ചേതി രാജാവിൻ്റെ കൊട്ടാരത്തിൽ സന്ദർശകനാവുകയും ഒരു നാൾ ചേതി രാജാവ് സന്ധ്യാപൂജ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ പൂജയിൽ പങ്കെടുക്കുന്നതിലേക്ക് വേണ്ടി സ്വപുത്രിയായ സുനന്ദയും സുനന്ദയുടെ തോഴിയായി ദമയന്തിയും അവിടെ എത്തുകയും ദമയന്തിയെ കാണാനിടയായ സുദേവൻ ദമയന്തിയുടെ അടുത്തെത്തി ഇപ്രകാരം പറഞ്ഞു: അല്ലയോ ദമയന്തി മഹാറാണി, ഞാൻ അവിടുത്തെ
സഹോദരൻ്റെ സുഹൃത്തായ സുദേവനാണ്. അവിടുത്തെ ഭർത്താവിനെയും തിരക്കി രാജകൊട്ടാരത്തിൽ നിന്ന് അനേകം പരിചാരകരെ മഹാരാജാവ് അയച്ചിട്ടുണ്ട്. അക്കൂട്ടത്തിൽ മഹാറാണിയെ തിരക്കി വന്ന അതാണ് ഞാനും ഈ കൊട്ടാരത്തിലെത്തിയത്. അങ്ങയുടെ ഭവതിയുടെ അച്ഛനും അമ്മയും മക്കളും വളരെ സന്തുഷ്ടമായി കൊട്ടാരത്തിൽ കഴിയുകയാണ്. അവിടത്തെയും ഭർത്താവിനെയും കാണാത്തതിലുള്ള വ്യഥ അവരെ വല്ലാതെ അലട്ടുന്നുണ്ട് എന്ന് ദമയന്തിയോട് സുദേവൻ പറയാനിടയാവുകയും ഇത് കേട്ട ദമയന്തി സുദേവനെ നേരത്തെ അറിയാമായിരുന്നു. ആ സുദേവനോട് മഹാറാണിയെക്കുറിച്ചും അതായത് മാതാപിതാക്കളെക്കുറിച്ചും മക്കളെക്കുറിച്ചുമുള്ള കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയുകയും ഇതെല്ലാം കേട്ട് കരഞ്ഞ് കണ്ണീർ വാർക്കുകയും ചെയ്തു. ഇത് കണ്ട് അവിടെ എത്തിയ ബ്രാഹ്മണനോട് സംസാരിച്ച് ദമയന്തി കരയുന്നത് കണ്ട് സുനന്ദ മാതാവായ മഹാറാണിയോട് ഈ വിവരം അറിയിക്കുകയും മഹാറാണി പരിചാരകരെ അയച്ച് സുദേവനെ തൻ്റെ മുന്നിലെത്തിക്കുകയും സുദേവനോട് എന്താണ് പുത്രി തോഴിയോട് സംസാരിച്ചതെന്നും എന്തിനാണ് അവൾ കരഞ്ഞതെന്നും ഒക്കെ വിവരം അന്വേഷിക്കുകയും സുദേവൻ ഇത് ദമയന്തിയാണെന്നും മറ്റ് വിവരങ്ങൾ എല്ലാം മഹാറാണിയെ ധരിപ്പിക്കുകയും ചെയ്തു. ഇത് കേട്ടുകഴിഞ്ഞ മഹാറാണി ഓടി ദമയന്തിയുടെ അടുത്തെത്തുകയും ദമയന്തിയെ കെട്ടിപ്പുണർന്നുകൊണ്ട് പുത്രി, നീ എന്തിനാണ് നിന്റെ പേരും നിന്റെ വിവരങ്ങളും എന്നിൽ നിന്ന് മറച്ചു വെച്ചു? നീ എൻ്റെ ജ്യേഷ്ഠത്തിയുടെ മകളാണ്. ഞാനും നിന്റെ അമ്മയും അഞ്ചത്തി ജ്യേഷ്ഠത്തിമാരാണ്. നമ്മൾ രണ്ടുപേരുടെയും വിവാഹം ഒരേ ദിവസം നമ്മുടെ അച്ഛൻ നടത്തിയതാണ്. ഒരാളിനെ വിദർഭ രാജ്യത്തിലെ ഭീമരാജാവിനെ കല്യാണം കഴിച്ചു കൊടുത്തപ്പോൾ ഒരാളിനെ ഈ ചേതി രാജ്യത്തിലെ രാജാവിനാണ് എന്നെ കല്യാണം കഴിച്ച് തന്നത്. നിന്റെ പ്രസവം നടന്നത് അച്ഛൻ്റെ കൊട്ടാരത്തിൽ വെച്ചായിരുന്നു. ബാല്യകാലത്ത് നിന്നെ കണ്ടിട്ടുണ്ട് എങ്കിലും ഇപ്പോൾ നിന്നെ എനിക്ക് മനസ്സിലായില്ല. എങ്കിലും പുത്രി, നീ ഇവിടെ എൻ്റെ മകളുടെ തോഴിയായി കഴിയേണ്ടി വന്നല്ലോ. നീ എന്താണ് എന്നിൽ നിന്ന് ഈ വിവരങ്ങൾ മറച്ചു വെച്ചത് എന്ന് മഹാറാണി ദമയന്തിയോട് ചോദിക്കുകയും, അല്ലയോ ഇളയമ്മ, അമ്മ ദുഃഖിക്കേണ്ട കാര്യമില്ല. ഞാൻ ഇവിടെ തോഴിയായിട്ടാണ് കഴിഞ്ഞതെങ്കിലും ഇവിടെ വളരെ സ്നേഹമായിട്ടും സൗമ്യമായിട്ടും ഒക്കെയാണ് എന്നോട് പെരുമാറിയത്. എനിക്കിവിടെ നിന്ന് കിട്ടിയ അനുഭവങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല. അത്ര നല്ല പരിചരണങ്ങളാണ് എനിക്കിവിടെ നിന്നുണ്ടായത് എന്ന് മഹാറാണി അറിയിക്കുകയും, പുത്രി, നിനക്കിനി എന്താണ് ആവശ്യം എന്ന് എന്നെ അറിയിച്ചാലും എന്ന് പറഞ്ഞ മഹാറാണിയോട് ദമയന്തി പറഞ്ഞു, അല്ലയോ മാതേ, എനിക്ക് എൻ്റെ മാതാപിതാക്കളെയും കുഞ്ഞുങ്ങളെയും കാണണമെന്ന് ആഗ്രഹമുണ്ട്. എന്നെ ഇനി വിദർഭയിലേക്ക് പോകാൻ അനുവദിച്ചാലും എന്ന്. ഇത് കേട്ടുകഴിഞ്ഞ ചേതി മഹാറാണി, അല്ലയോ പുത്രി, എത്രയും പെട്ടെന്ന് നിന്നെ വിദർഭയിൽ എത്തിക്കാനുള്ള ഏർപ്പാടുകൾ ഞാൻ ചെയ്യാമെന്ന് പറയുകയും പരിചാരകരെ വിളിച്ചു വരുത്തി പല്ലക്കിൽ കയറ്റി അനേകം യോദ്ധാക്കളായ ഭടന്മാരെയും കൂട്ടി അങ്ങ് വിദർഭ രാജ്യത്തിലേക്ക് ദമയന്തിയെ പറഞ്ഞയക്കുകയും ചെയ്തു. വിദർഭയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ദമയന്തിയെ കണ്ട ഭീമരാജാവും പത്നിയും മകളെ കിട്ടിയ സന്തോഷത്തിൽ സന്തോഷിക്കുകയും എന്നാൽ തൻ്റെ മക്കളെയും അച്ഛനെയും അമ്മയും കൊട്ടാരവും ഒക്കെ തിരിച്ചു കിട്ടിയെങ്കിലും ഭർത്താവിനെ കാണാത്ത ഭർത്താവിൻ്റെ വിവരങ്ങൾ അറിയാതിരുന്ന ദമയന്തി വളരെയധികം ദുഃഖിക്കുകയും മാതാവിനോട് ഇപ്രകാരം പറയുകയും ചെയ്തു, പ്രിയ മാതേ, എനിക്ക് എൻ്റെ പ്രിയതമനായ നളനെ കാണാതെ അധികം നാൾ ഇനിയും ജീവിക്കാൻ കഴിയില്ല. അവിടേക്ക് ഞാൻ ഇനിയും ദീർഘനാൾ ജീവിച്ചിരിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ പിതാവിനോട് പറഞ്ഞ് എത്രയും പെട്ടെന്ന് ഈ ലോകത്ത് എവിടെ നളനുണ്ടെങ്കിലും അദ്ദേഹത്തെ കണ്ടുപിടിച്ച് കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ പറയണം എന്നറിയിക്കുകയും അത് പ്രകാരം മഹാറാണി പറഞ്ഞത് പ്രകാരം മഹാരാജാവ് ഭീമൻ
ഏതാനും പരിചാരകരെ വിളിച്ച് വിവിധ ഭാഗങ്ങൾ, അതായത് നളനും ദമയന്തിയും അലഞ്ഞു നടന്ന വനത്തിലും പാർശ്വഭാഗങ്ങളിലുള്ള രാജ്യങ്ങളിലുമൊക്കെ അന്വേഷിക്കുന്നതിലേക്ക് വേണ്ടി പല ആൾക്കാരെയും പല ഭാഗങ്ങളിലേക്ക് പറഞ്ഞയച്ചു. അങ്ങനെ പോവാൻ തയ്യാറായി നിന്ന ആ ആൾക്കാരോട് ഓരോരുത്തരെയും വിളിച്ച് ദമയന്തി ഇപ്രകാരം പറഞ്ഞു. ഒരു 4 വരി കവിത ചൊല്ലി അവരെ കേൾപ്പിച്ച് പഠിപ്പിച്ചതിന് ശേഷം ആൾക്കാർ കൂടി നിൽക്കുന്ന കവലയിലെല്ലാം പോയി നിങ്ങൾ ഈ കവിത ചൊല്ലണം. ഈ കവിത കേട്ട് ആർക്കെങ്കിലും ഏതെങ്കിലും രീതിയിലുള്ള ഭാവവ്യത്യാസങ്ങൾ ഉണ്ടാവുന്നുവെങ്കിൽ ആ വിവരം എന്നെ അറിയിക്കണം എന്ന് പറഞ്ഞ് ഈ ദൂതന്മാരെ വിവിധ ഭാഗങ്ങളിലേക്ക് പറഞ്ഞയക്കുകയും, എന്നാൽ അനേകം ദൂതന്മാർ അനേക സ്ഥലങ്ങളിലേക്ക് പോയെങ്കിലും നാളുകൾക്ക് ശേഷം അവർ നളനെ കുറിച്ചുള്ള യാതൊരു വിവരവും ലഭിച്ചില്ല എന്ന് പറഞ്ഞ് തിരിച്ചു വരികയാണ് ഉണ്ടായത്. എങ്കിൽ പർണാദൻ എന്ന പേരുള്ള ഒരു ബ്രാഹ്മണൻ അയോധ്യ രാജ്യത്ത് എത്താനിടയാവുകയും ആ രാജകൊട്ടാരത്തിൻ്റെ പരിസരത്തിലൂടെ അങ്ങനെ അലഞ്ഞു നടക്കുകയായിരുന്ന ബ്രാഹ്മണൻ ഒരു നാൾ രാജസദസ്സിലേക്ക് മുഖം കാണിക്കുന്നതിലേക്ക് വേണ്ടി നിന്ന അനേകം ആൾക്കൂട്ടത്തിൻ്റെ അടുത്ത് നിന്ന് ദമയന്തി പറഞ്ഞു കൊടുത്ത ഈ പാട്ട് പാടാനിടയാവുകയും പാട്ട് പാടിയിട്ട് ആ പ്രദേശത്ത് നിന്ന് കടന്നുപോയ പർണാദൻ എന്ന ബ്രാഹ്മണൻ്റെ പുറകെ അവിടുത്തെ കുതിരക്കാരനായ ബാഹുകൻ എന്ന പേരോട് കൂടിയ നളൻ നടന്നു ചെല്ലുകയും എന്നിട്ട് പർണാദനോട് ഇപ്രകാരം പറഞ്ഞു. അല്ലയോ ബ്രാഹ്മണശ്രേഷ്ഠ, അവിടുന്ന് പാടിയ പാട്ട് ഞാൻ കേട്ടു. കാട്ടിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന കാന്തയെ ഉപേക്ഷിച്ചിട്ട് കടന്നു കളഞ്ഞ ഭർത്താവ് സ്വയം മനസ്സോടുകൂടി ആയിരിക്കില്ല പോയത്. ആ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം കൊണ്ട് അപ്പോൾ പോകേണ്ടി വന്നതായാൽ ആയിരിക്കാം പോയത്. ഉത്തമയും പതിവ്രതയുമായ ഭാര്യ ഇതൊക്കെ ക്ഷമിക്കുന്നതാണ്. അവൾക്ക് നല്ല കാലം ഉണ്ടാവുകയും ഈ നല്ല ഭർത്താവുമായി വീണ്ടും യോജിക്കാൻ അവസരം ഉണ്ടാവുകയും ചെയ്യും എന്ന് ഒക്കെ പർണാദനോട് ബാഹുകൻ എന്ന നളൻ പറയുകയും ഈ സമയം വളരെ വ്യസനത്തോടുകൂടി ബാഹുകൻ്റെ കണ്ണിൽ നിന്ന് കണ്ണീർ ഒഴുകുന്നതും പർണാദൻ കാണാനിടയായി. അതിനാൽ ഈ ബാഹുകൻ ആരാണ്, എന്താണ്, എവിടെ നിന്ന് വന്നു എന്നതിനെക്കുറിച്ച് ആ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പർണാദൻ തിരക്കുകയും ബാഹുകൻ അശ്വഹൃദയ മന്ത്രമറിയാവുന്ന വ്യക്തിയാണെന്നും അതിവേഗത്തിൽ കുതിരകളെ പായിക്കാനുള്ള കഴിവും അതിസ്വാദിഷ്ടമായ ഭക്ഷണം തയ്യാറാക്കുന്നതിനുള്ള കഴിവും ഉള്ള വ്യക്തിയാണെന്നും ഇദ്ദേഹം ഈ ഋതുവർണ്ണ മഹാരാജാവിൻ്റെ തേരാളിയാണെന്നും ഒക്കെ അറിയാനിടയായി. ഈ വിവരങ്ങളുമായി ദമയന്തിയുടെ അടുത്തെത്തിയ പർണാദൻ ഇപ്രകാരം പറഞ്ഞു. ഈ വിവരങ്ങളെല്ലാം അറിഞ്ഞ ദമയന്തിയോട് പർണാദൻ പറഞ്ഞു, ഒരു കാരണവശാലും അത് നളനാകാനിടയില്ല. കാരണം അദ്ദേഹം വളരെ വിരൂപിയും കുള്ളനുമാണ്. അദ്ദേഹത്തിൻ്റെ മുഖത്തൊന്ന് നോക്കാൻ പോലും എനിക്ക് അറപ്പ് തോന്നുന്നു, അത്രമാത്രം വിരൂപിയാണ്. എന്നാൽ നളനെക്കുറിച്ച് എന്തെങ്കിലും വിവരം അറിയാവുന്ന വ്യക്തിയായിരിക്കും ഇത് എന്ന് എനിക്ക് ബോധ്യമായി എന്ന്. എന്നാൽ ഇതെല്ലാം കേട്ട് കഴിഞ്ഞ ദമയന്തിക്ക് മനസ്സിലായി അത് നളൻ തന്നെ ആയിരിക്കണം, വേഷപ്രജ്ഞനായി നടക്കുന്നതായിരിക്കണം. ഒരു കാരണവശാലും ആളിനെ തിരിച്ചറിയാതിരിക്കുന്നതിലേക്ക് വേണ്ടിയായിരിക്കാം ഈ വിരൂപിയായി നടക്കുന്നത്. പിന്നെ എങ്ങനെ കുള്ളനായി എന്നത് മാത്രം ദമയന്തിക്ക് മനസ്സിലായില്ല. എന്തായാലും ഒരു പരീക്ഷണം നടത്തിക്കളയാം എന്ന് തീരുമാനിച്ച് അമ്മയുടെ അനുവാദത്തോടു കൂടി അച്ഛൻ അറിയാതെ ദമയന്തി വീണ്ടും പർണാദനെ വിളിച്ചു വരുത്തിയിട്ട് നീ പക്ഷിവേഗത്തിൽ അയോധ്യയിലെത്തണമെന്നും അയോധ്യയിലെത്തി
ഋതുവർണ്ണ മഹാരാജാവിനോട് വിദർഭയിൽ ദമയന്തിക്ക് പുനർ വിവാഹം നിശ്ചയിച്ചിരിക്കുകയാണെന്നും ആ സ്വയംവരത്തിൽ പങ്കെടുക്കാൻ ഋതുവർണ്ണ മഹാരാജാവ് പങ്കെടുക്കണം എന്ന് അപേക്ഷിച്ചിരിക്കുകയാണെന്നും അറിയിക്കണം. നാളെയാണ് ആ സ്വയംവരം നടക്കുന്നത് എന്നും അറിയിക്കണം എന്ന് പർണാദനോട് ദമയന്തി പറയുകയും അത് പ്രകാരം അയോധ്യ കൊട്ടാരത്തിലെത്തിയ പർണാദൻ ഋതുവർണ്ണ മഹാരാജാവിനെ മുഖം കാണിച്ച് വിവരമറിയിക്കുകയും എന്നാൽ ഒരു ദിവസം കൊണ്ട് വിദർഭയിൽ നിന്ന് അയോധ്യയിൽ നിന്ന് വിദർഭയിലെത്തുക എന്നത് അസാധ്യമായ കാര്യമാണ് എന്ന് അറിയാമായിരുന്ന പർണാദൻ എന്തായാലും അശ്വകൃത മന്ത്രമറിയാവുന്ന ബാഹുവനെ വിളിച്ച് ഈ വിവരമറിയിക്കുകയും നീ എന്നെ ഒറ്റ ദിവസം കൊണ്ട് ഈ അശ്വവിദ്യ അറിയാവുന്ന നീ എന്നെ വിദർഭയിലെത്തിക്കണം, അവിടെ ദമയന്തിയുടെ പുനർ സ്വയംവരം നടക്കുകയാണ്, എനിക്കതിൽ പങ്കെടുക്കണമെന്ന്. ദമയന്തിയുടെ സ്വയംവരം എന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ ബാഹുവൻ ആകെ ഞെട്ടുകയും എന്നാൽ അതൊന്നും രാജാവിന് ബോധ്യമാവാത്ത രീതിയിൽ സ്വയം മനസ്സിൽ ഇങ്ങനെ വിശകലനം ചെയ്യുകയും ചെയ്തു. എന്ത് സംഭവിച്ചു? ഒരു കാരണവശാലും ഇത് വാസ്തവമായിരിക്കാനിടയില്ല. ഒരു കാരണവശാലും ദമയന്തി മറ്റൊരു വിവാഹത്തിന് തയ്യാറാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. വീണ്ടും നളൻ ചിന്തിച്ചു, സ്ത്രീകളാണല്ലോ, പറയാൻ കഴിയില്ലല്ലോ. ഏതെങ്കിലും കാരണവശാൽ കുറച്ച് നാളുകൾ എന്നെ കാണാതിരുന്നപ്പോൾ എന്നോടുള്ള സ്നേഹം അവൾക്ക് നഷ്ടപ്പെട്ടിരിക്കാം. അങ്ങനെ പുനർവിവാഹത്തിന് നിശ്ചയിച്ചതാണോ? എന്തു തന്നെ ആയാലും അവിടെ എത്തിക്കഴിയുമ്പോൾ ഈ കാര്യങ്ങൾ സ്പഷ്ടമാകും, എനിക്ക് ബോധ്യമാവും. ആയതിനാൽ മഹാരാജാവിനെയും കൂട്ടി അവിടെ എത്താമെന്ന് ഞാൻ സമ്മതിക്കാം എന്ന് തീരുമാനിക്കുകയും ഋതുവർണ്ണ മഹാരാജാവിനോട് ഒരു ദിവസം കൊണ്ട് ഞാൻ അങ്ങേ വിദർഭയിലെത്തിക്കാം എന്ന് ഉറപ്പ് കൊടുത്തതിന് ശേഷം കുതിരാലയത്തിലെത്തി 4 ഇഷ്ടപ്പെട്ട കുതിരകളെ തിരഞ്ഞെടുക്കുകയും അത് രഥത്തിൽ പൂട്ടി ഋതുവർണ്ണ മഹാരാജാവിനെയും കയറ്റി അങ്ങ് വിദർഭയിലേക്ക് യാത്ര ചെയ്തു. നിമിഷങ്ങൾ കൊണ്ട് കാടുകളും നദികളും കുന്നുകളും പുഴകളും എല്ലാം താണ്ടി ഇങ്ങനെ വായുവേഗത്തിൽ ആ കുതിരകൾ, അതായത് കുതിരവണ്ടി രഥം മുന്നോട്ട് ചലിച്ചുകൊണ്ടേയിരുന്നു. പ്രിയ സജ്ജനങ്ങളെ, ഈ ഭാഗം ഞാൻ ഇന്നിവിടെ നിർത്തുന്നു. അടുത്ത ഭാഗത്ത് ഋതുവർണ്ണ മഹാരാജാവിൽ നിന്ന് അക്ഷയവിദ്യ നളൻ സ്വന്തമാക്കുന്നതും ഋതുവർണ്ണ മഹാരാജാവിന് അശ്വവിദ്യ പറഞ്ഞു കൊടുക്കുന്നതും തുടർ കൊട്ടാരത്തിലെത്തി അവിടെ സംഭവിക്കുന്നതുമായ സംഭവവികാസങ്ങൾ വിവരിക്കാം. തൽക്കാലം നിർത്തട്ടെ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.